നമസ്കാരം. സംസ്ഥാനത്തെ പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെ ഉന്നത പഠനത്തിനും ചികിത്സാ സഹായത്തിനും പണം നൽകാതെ പിണറായി സർക്കാർ. വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കും ഉൾപ്പെടെ പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്ക് സർക്കാർ നൽകാനുള്ളത് 158 കോടി രൂപയാണ്. ബജറ്റിൽ ഉൾക്കൊള്ളിക്കുമെങ്കിലും മറ്റു കാര്യങ്ങൾക്കായി ഫണ്ട് വക മാറ്റുന്നതാണ് കോടികളുടെ കുടിശ്ശിക വരാൻ കാരണം. ഗ്രാന്റുകളും സ്കോളർഷിപ്പുകളും മുടങ്ങിയതിനെ തുടർന്ന് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ പഠനം അവസാനിപ്പിച്ചത് ദളിത് വിഭാഗത്തിൽപ്പെട്ട 150-ലേറെ UG PG വിദ്യാർത്ഥികളാണ്. പോസ്റ്റ് മെട്രിക് തലത്തിൽ പഠിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഇനത്തിൽ നൽകാനുള്ളത് 9.42 കോടി രൂപയാണ്. പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മിശ്ര വിവാഹ ധനസഹായമായി 91.75 ലക്ഷം രൂപയും നൽകാനുണ്ട്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിവിധ വകുപ്പുകളിലായി 147.78 കോടി രൂപ നൽകാനുണ്ട്. ചികിത്സാ ധനസഹായം 3.42 കോടി, വിവാഹ ധനസഹായം 58.07 കോടി, മിശ്ര വിവാഹ ധനസഹായം 65.12 കോടി, ഏക വരുമാനദായകന്റെ മരണ ധനസഹായം 15.56 കോടി, വിദേശ തൊഴിൽ ധനസഹായം 5.61 കോടി രൂപ എന്നിങ്ങനെയാണ് നൽകാനുള്ളത്. എല്ലാ ബജറ്റിലും സംസ്ഥാന സർക്കാർ കോടികളാണ് പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്കായി നീക്കിവെക്കുന്നത്. എന്നാൽ അതൊന്നും ഫലപ്രദമായി വിനിയോഗിക്കപ്പെടുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങളിൽ പട്ടികജാതി ഉപപദ്ധതികൾക്കും പട്ടികവർഗ ഉപപദ്ധതികൾക്കുമായി നീക്കിവെക്കുന്ന വിഹിതവും പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ്. തലസ്ഥാന ജില്ലയിലെ തിരുവനന്തപുരം നഗരസഭ കഴിഞ്ഞ വർഷം ഈ ഇനത്തിൽ ലഭിച്ച 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല. സർക്കാർ ഉത്തരവ് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട ട്യൂഷൻ ഫീ, വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട അലവൻസ്, പരീക്ഷാ ഫീ എന്നിവയെല്ലാം ചേർത്ത് വർഷാവസാനം നൽകുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ഇതുവരെയും അതും പൂർണ്ണമായി നൽകിയിട്ടില്ല. കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലുമായി പഠിക്കുന്ന നിരവധി SC ST വിദ്യാർത്ഥികളാണ് ഈ അനാസ്ഥ കാരണം ദുരിതത്തിലായത്. പുതിയ വിജ്ഞാപനം അനുസരിച്ച് പട്ടികജാതി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ധനസഹായ തുകയുടെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുമാണ് വഹിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 40% വിഹിതം വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയ ശേഷമേ കേന്ദ്ര സർക്കാരിന്റെ 60% വിഹിതം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയുള്ളൂ. എന്നാൽ ഫണ്ടില്ലെന്ന പേരിൽ 2 വർഷമായി ഈ തുക സംസ്ഥാന സർക്കാർ നൽകാത്തതാണ് ഗ്രാന്റ് മുടങ്ങാൻ കാരണമായത്. ഈ ഗ്രാന്റ് മുടങ്ങുന്നതിനെതിരെ SC ST വിദ്യാർത്ഥികൾ നിരന്തരം പ്രതിഷേധിച്ചിട്ടും പരിഹാരം കാണാൻ സർക്കാരിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഗവേഷക വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 23,250 രൂപയാണ് ഫെലോഷിപ്പ് തുകയായി പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നൽകേണ്ടത്. എന്നാൽ കഴിഞ്ഞ 3 വർഷമായി നിരവധി വിദ്യാർത്ഥികളാണ് ഫെലോഷിപ്പ് തുക ലഭിക്കാതെ കഷ്ടപ്പെട്ടത്. ഫെലോഷിപ്പ് വഴി ലഭിക്കുന്ന തുകയിലൂടെ ഗവേഷണവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളും പഠനകാലത്തെ ചിലവുകളും കണ്ടെത്തേണ്ട ഇവർ വലിയ തുക കടം വാങ്ങിയും പാർട്ട് ടൈം ജോലി ചെയ്തുമാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഗ്രാന്റ് സംബന്ധിച്ച കാര്യങ്ങൾക്ക് സർക്കാർ തലത്തിൽ ഒരു മോണിറ്ററിംഗ് സംവിധാനവും നിലവിലില്ല. പട്ടികവർഗ വകുപ്പിൽ ഈ ഗ്രാന്റ്സ് കൈകാര്യം ചെയ്തിരുന്ന താൽക്കാലിക ജീവനക്കാരായ സപ്പോർട്ടിംഗ് എഞ്ചിനീയർമാരെ പിരിച്ചുവിടുകയും ചെയ്തു. ഫലത്തിൽ ഈ ഗ്രാന്റ് സംവിധാനം അട്ടിമറിക്കപ്പെടുകയാണെന്നാണ് ആരോപണം.